ഏവർക്കും നമസ്കാരം. ശശി തരൂരിന്റെ ഒരു പ്രസ്താവന ഇന്ന് രാവിലെ എല്ലാവരും അറിയുകയുണ്ടായിട്ടുണ്ടാവും. അതില് പ്രധാനമായും പറയുന്നത് അടിയന്തരാവസ്ഥ ആ ഒരു കാലം എന്ന് പറയുന്നത് ഇരുണ്ട കാലഘട്ടം എന്നും അതിന് നേതൃത്വം കൊടുത്തത് സഞ്ജയ് ഗാന്ധിയുമാണെന്നുള്ള ഒരു പ്രസ്താവന. അതാണ് ഇപ്പോ കേരളത്തിൽ കോൺഗ്രസിനുള്ളിലും കോൺഗ്രസിന്റെ പുറത്തുള്ള എല്ലാ രാഷ്ട്രീയ മേഖലകളിലും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ആദ്യ സംഭവമല്ല. ശശി തരൂർ കോൺഗ്രസിനുള്ളിൽ അതിനുള്ളിലെ നേതാക്കളെയൊക്കെ ചോദ്യചിഹ്നത്തിൽ നിർത്തുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിലവിൽ ഈ പ്രശ്നം എന്തുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ എന്തിനാണ് ഇത് ഇപ്പോൾ സംസാരിക്കുന്നതിന്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് പരിശോധിച്ച് മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയൂ. ഇപ്പൊ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പാണ് സംഘപരിവാരം, അതായത് NDA സർക്കാർ നമ്മുടെ ഈ കോൺഗ്രസ് അന്ന് നടത്തിയിട്ടുള്ള അടിയന്തരാവസ്ഥയുടെ വാർഷികം ഒരു വലിയ വിപുലമായിട്ട് ആഘോഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലുടനീളം. ഒരു പക്ഷേ അത് കേരളത്തിലുള്ള മിക്ക സ്കൂളുകളിൽ പോലും അതിന്റെ ഒരു ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു ആഘോഷം എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ തന്നെ ആ ഒരു ദിനവുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ ഇപ്പൊ മിക്ക സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എങ്കിൽ തന്നെ അപ്പോ സംഘപരിവാരത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയെ ഒരു രാഷ്ട്രീയ ടൂളാക്കി മാറ്റിക്കൊണ്ട് തന്നെയാണ് നിലവിൽ NDA പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗം ആയിട്ട് തന്നെയാണ് ശശി തരൂർ ഈ ഒരു പ്രസ്താവന നടത്തിയെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോ നമ്മളിപ്പോ ഈ ശശി തരൂരിന്റെ ഈ ഒരു പ്രസ്താവന മാത്രമല്ല, ഇനി വരുന്ന നാളുകളിൽ ഒരു പക്ഷേ കോൺഗ്രസിനുള്ളിൽ വൻ പൊട്ടിത്തെറികൾക്ക് മിക്കവാറും ഇടയൊരുക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം അത്രമാത്രം ചാണകവും തലയിൽ ചുമന്ന് നടക്കുന്ന ശശി തരൂരിനെയാണ് നമ്മളിപ്പോ കാണാൻ സാധിക്കുന്നത്. ഇദ്ദേഹത്തെ മിക്കവരും വിളിക്കുന്നത് വിശ്വപൗരൻ, അല്ലെങ്കിൽ വലിയ ഇംഗ്ലീഷിൽ പരിജ്ഞാനമുള്ള ഒരു വ്യക്തി, അനവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ കാര്യം ആലോചിക്കേണ്ടത്, ഇതൊക്കെ ഇദ്ദേഹത്തിന് ചാർത്തി കൊടുത്താലും ഇദ്ദേഹത്തിന്റെ പേര് ശശി എന്ന് തന്നെയാണ്. ഈ പേര് കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹം എന്താണ്, ഏത് അവസ്ഥയിലാണെന്നുള്ളത്. എല്ലാ സ്ഥലത്തും പോയി ശശിയാവാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ഇനി തുടർന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുക എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോ ഈ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോൺഗ്രസ് പാർട്ടിയെ ഏകദേശം ഒരു 70% കൺട്രോൾ ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും NSSനുള്ളിലുള്ള, അല്ലെങ്കിൽ NSS പ്രതിദാനം ചെയ്യുന്ന കുറച്ച് നേതാക്കൾക്കുള്ളിലാണ്. അതിന് ഉദാഹരണം നമുക്കറിയാം. അത് കരുണാകരനിൽ നിന്ന് തുടങ്ങി ചെന്നിത്തല വഴി VD സതീശൻ, അങ്ങനെ കണ്ണിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ എന്ത് തന്നെയായാലും അവർക്ക് അവരുടേതായിട്ടുള്ള പാർട്ടി ലക്ഷ്യങ്ങൾ ഉണ്ടാവും, പാർട്ടി തീരുമാനങ്ങൾ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. എങ്കിൽ തന്നെയും തെറ്റ് വേടന്റെ ഭാഗത്ത് തന്നെയാണല്ലോ. വേടനാണല്ലോ ഈ ജാതിയെല്ലാം പറഞ്ഞ് ഈ കേരളം മൊത്തവും തീവ്രവാദവും വർഗീയതയൊക്കെ ഉണ്ടാക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ നടത്തുന്ന ജാതി വർഗീയതയെ ആരും ജാതി വർഗീയതയായിട്ട് കാണാൻ കഴിയില്ല. കാരണം ഒരു പ്രബുദ്ധരായ ഒരു നായർ സമൂഹമാണ് അതിനുള്ളിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി വിടുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ സ്വയം പറയാനുള്ളത്. ഇപ്പൊ നിലവിലിപ്പോ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നായർ സമുദായത്തിൽ നിന്ന് വരുന്ന ഏതൊരു വ്യക്തിയും ഒന്നിൽ അവർക്ക് പാർട്ടിയിൽ അധികാരം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം, അല്ലെങ്കിൽ ഒരു MLA, MP, ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ നിലനിൽക്കുക. അതിന് ഉദാഹരണം എന്ന് പറയുന്നത്, ഇപ്പം ശശി തരൂര് ഇപ്പൊ ഉയർത്തിക്കൊണ്ട് വരുന്ന ഓരോ ഗമ്മിക്കുകളും അല്ലെങ്കിൽ ഓരോ വിവാദങ്ങളും അദ്ദേഹത്തിനെ കേരളത്തിൽ വലിയൊരു ചർച്ചയാക്കി നിർത്തുക, അദ്ദേഹത്തിന് പാർട്ടിയിൽ ഇല്ലാത്ത സ്ഥാനം, അല്ലെങ്കിൽ പാർട്ടി കൊടുക്കാത്ത ഒരു സ്ഥാനമാനങ്ങളും വാർത്തയും ഒരു ഇമേജും അദ്ദേഹം സ്വയം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ രീതിയിൽ ചർച്ച പോകുമ്പോൾ വാർത്തയിലും മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ വരുന്നു, ഇദ്ദേഹത്തിന്റെ പേര് പത്രത്തിൽ വരുന്നു, ആൾക്കാർ തമ്മിൽ ചർച്ച ഉണ്ടാവുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തിൽ ഉടനീളം ഒരു വിവാദത്തിന്റെ ഉള്ളിൽ നിന്ന് കൊണ്ട് തന്നെ ഒരു ഇമേജ് ഇദ്ദേഹം മുകളിലേക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടുവരികയാണ്. അപ്പൊ മുകളിലേക്ക് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് ഈ BJPയുടെ ഭാഗത്തു നിന്നുള്ള വോട്ടുകളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ കേരള സമൂഹത്തിനുള്ളിൽ ഇദ്ദേഹത്തിന്റെ ഒരു പ്രതിച്ഛായ, അല്ലെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കുന്ന രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത്. കാര്യം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ കോൺഗ്രസിനുള്ളിൽ പറയുന്നത് ഇതിനകത്ത് ഗ്രൂപ്പിസമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞ് ഇതിനെ സൈഡ് മാറ്റി നിർത്തുകയാണ്. സത്യത്തില് ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പിസം എന്നൊന്നും തന്നെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. പകരം
ഇതിനകത്ത് നായർ നേതാക്കൾ തമ്മിലുള്ള മത്സരം തന്നെയാണ് നടക്കുന്നത്. അപ്പൊ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനകത്ത് പെട്ടുപോയത് നമ്മളൊന്നും അറിയാം. അതായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ആഭ്യന്തരമന്ത്രി സ്ഥാനം നായർക്ക് കൊടുക്കണമെന്നുള്ള ഒരു വസ്തുത നമ്മൾ കണ്ടതാണ്, അല്ലെങ്കിൽ നേരിട്ട് നമ്മൾ അറിഞ്ഞതാണ്. അതുപോലെ തന്നെ ശ്രീധരൻ നായർ എന്ന് പറയുന്ന മെട്രോമാൻ എന്നൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹം ബി ജെ പിയിലേക്ക് വരുമ്പോൾ പോലും അദ്ദേഹത്തെയും ആ സമൂഹം, ബി ജെ പി സമൂഹം മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെയും വരവേറ്റു കൊണ്ടുവന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പം ശശി തരൂര് ഈ രീതിയിൽ വായി വരുന്ന എല്ലാ ചാണക വർത്തമാനങ്ങളും പറയുമ്പോഴും പാർട്ടി എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് പരസ്യമായിട്ടൊരു വിമർശനമോ അല്ലെങ്കിൽ പാർട്ടി ഇദ്ദേഹത്തിന് ഒരു അച്ചടക്ക നടപടിയോ കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നായരായതുകൊണ്ട് തന്നെയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നേരെ മറിച്ച് ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ആണെങ്കിലോ ഒരു കാരണവശാലും മാപ്പർഹിക്കാത്ത വിധം അദ്ദേഹത്തെ ശിക്ഷിക്കും, ഉറപ്പ് തന്നെയാണ്. കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാർ ഇപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരിക്കലും ബി ജെ പിയിലേക്ക് പോകില്ല, അദ്ദേഹം അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവല്ല. അദ്ദേഹം പോകാത്തത് വേറെ മറ്റൊന്നും കൊണ്ടല്ല, കേരളത്തിൽ നിന്ന് ഒരു വോട്ട് അദ്ദേഹത്തിന് കിട്ടില്ല. ബി ജെ പി താളയത്തിലേക്ക് ഇനി ശ്രീരാമനായാലും ശരി കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ വോട്ടിന്റെ പേരിൽ ഗോവിയിടാൻ മാത്രമേ അവർക്ക് സാധിക്കൂ. ഇത് കൃത്യമായിട്ട് ശശി തരൂരിന് അറിയാം. അപ്പൊ ഇദ്ദേഹത്തിന് മതിലിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യാത്ത സ്ഥിതിയാണ് കേരള രാഷ്ട്രീയത്തിൽ നിലവിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇദ്ദേഹം ഇപ്പൊ ഈ അടിയന്തരാവസ്ഥയിൽ എടുത്തിട്ടേണ്ട വല്ല കാര്യമുണ്ട്? ഇദ്ദേഹത്തിന് എന്ത് പ്രയോജനമാണ്? അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസിന് ഈ തരൂർ ഇപ്പൊ എടുത്തിട്ടിരിക്കുന്ന ഈ ഒരു അടിയന്തരാവസ്ഥ വിഷയം ഇതുകൊണ്ട് പാർട്ടിക്ക് യാതൊരുവിധ ഗുണവുമില്ല, ഇതുകൊണ്ട് കോട്ടം മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അടിയന്തരാവസ്ഥയെ അനുകൂലിക്കുകയോ അല്ലെങ്കിൽ തലയിൽ ചുമന്നിട്ട് കിടക്കുകയൊന്നുമല്ല. അത് കഴിഞ്ഞു പോയതാണ്. അടിയന്തരാവസ്ഥ പോലെ ഉള്ള സംഭവങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഓരോ അതിൻ്റെതായിട്ടുള്ള. പക്ഷെ നമ്മൾ അത്ഭുതത്തോടെ കാണേണ്ട ഒരു വസ്തുത, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള കോൺഗ്രസ് പൂർവാധികം ശക്തി പ്രാപിച്ച് വിജയം നേടിയിട്ടുള്ള സംസ്ഥാനങ്ങളുണ്ട്. ഇനി ഒരു പക്ഷേ കോൺഗ്രസ് ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തുകൊണ്ട് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും തലയ്ക്ക് ഓളമുള്ള ഒരു മലയാളിയും കോൺഗ്രസിനൊപ്പം നിൽക്കില്ല എന്ന് കൃത്യമായിട്ട് ഞാൻ പറയാം. കാരണം ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്നതും ബി ജെ പിക്ക് രാഷ്ട്രീയത്തിന് അധികാരം കൊടുക്കുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. നിലവില് ഒരു ഗവർണർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം ഇനി ശശി തരൂർ എന്ന് പറയുന്ന നിലവിലെ ചാണകമായിട്ടുള്ള ശശി തരൂർ ഇനി ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള എല്ലാ ചാണക സംഖ്യകളുടെയും പൂർണ്ണ അധികാരം അവരുടെ കൈകളിൽ എത്തുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നന്ദി, നമസ്കാരം.